नागराज जी, इन्होंने 2 एप्लीकेशन 36 सेकंड में फाइल कर दी और मजे की बात देखिए, ये 4 बजे सुबह उठ के फाइल कर रहे हैं। पता नहीं क्या हुआ, 4 बजे सुबह कहा कि भैया मैं 2 वोटर को डिलीट करूंगा, और कितने 36 सेकंड में डिलीट कर दिए, फिर सो गए। हमारी माइंड में पहले सवाल था कि क्या इलेक्शन कमीशन भी सो रहा है, मगर नहीं, सोया कोई नहीं है, जगे हुए हैं, സിസ്റ്റമാറ്റിക്കലി മദത് ഹോ രही है। എൻ്റെ പൊന്ന് രാഹുലെ, ഈ ജൻസി എന്നൊന്നും പറഞ്ഞ് സംഘികളെ പേടിപ്പിക്കാൻ നിൽക്കല്ലേ. സംഘികളെ വിചാരം ജൻസി എന്ന് പറഞ്ഞാലേ നേപ്പാൾ കലാപത്തിന് ശേഷം ജൻസി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ഭീകര സാധനമാണ്, ഭീകര സത്വമാണെന്നൊക്കെ അവർ വിചാരിച്ചിരിക്കുന്നത്. ജൻസി എന്നൊക്കെ പറഞ്ഞാൽ ചാടി വിൽക്കുകയാണ് നമ്മുടെ സംഘികൾ അവിടുന്നും ഇവിടുന്നും. സോഷ്യൽ മീഡിയയിലൂടെ എക്സ്പോസ്റ്റിലൂടെ ഒരു പരാമർശം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ടായിരുന്നത്, അതിൽ അദ്ദേഹം പറയുന്നത് രാജ്യത്തെ യുവാക്കൾ, ഒപ്പം തന്നെ രാജ്യത്തെ വിദ്യാർത്ഥികൾ, ഒപ്പം തന്നെ ഈ ജെൻസി എന്നിവർ അവർ ഭരണഘടനയും ഒപ്പം തന്നെ അവർ ഈ ഡെമോക്രസിയെയും അവർ സംരക്ഷിക്കുമെന്നും ഈ വോട്ട് കൊള്ള അവർ തടയുമെന്നും രാഹുൽ ഗാന്ധി സോഷ്യൽ മീഡിയയിലൂടെ കുറിച്ചിട്ടുണ്ടായിരുന്നു. താൻ എല്ലായ്പ്പോഴും അവർക്കൊപ്പം ഉണ്ടാകുമെന്നുമായിരുന്നു രാഹുൽ ഗാന്ധിയുടെ ഒരു എക്സ്പോസ്റ്റ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ എക്സ്പോസ്റ്റാണ് ഇപ്പോൾ BJP വിവാദമാക്കിയിരിക്കുന്നത്. അതിൽ അവർ BJP വലിയ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിക്കെതിരെ ഉന്നയിക്കുന്നുണ്ട്. അവർ പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ ഈ ജെൻസി പരാമർശത്തിനെതിരെയാണ് ഇപ്പോൾ BJP രംഗത്തെത്തിയിരിക്കുന്നത്. നിഷികാന്ത് ദുബെ പറയുന്നത് ഈ ജെൻസി കുടുംബ രാഷ്ട്രീയത്തിന് എതിരാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ അഴിമതി വെച്ച് പൊറപ്പിക്കില്ലെന്നും രാഹുൽ ഗാന്ധി രാജ്യം വിടാൻ തയ്യാറായിക്കോളൂ, അവർ വരുന്നുവെന്നുമാണ് നിഷികാന്ത് ദുബെ എക്സ്പോസ്റ്റിലൂടെ രാഹുൽ ഗാന്ധിയുടെ ഈ പ്രതികരണത്തിന് മറുപടി നൽകിയിരിക്കുന്നത്. രാഹുൽ രാജ്യദ്രോഹിയാണ്, രാഹുൽ തീവ്രവാദി ബന്ധമുണ്ട്. ഇവന്മാരെ വിചാരം ജൻസി എന്ന് പറഞ്ഞാൽ ഏതോ തീവ്രവാദ സംഘടനയുണ്ട്, രാജ്യത്തിന് അട്ടിമറിക്കാമെന്ന എന്തോ ഒരു ഐറ്റം സാധനമൊക്കെ വിചാരിച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾ ഇമ്മാതിരി ജൻസിൻ്റെ ഒക്കെ വർത്താനം പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ഈ ഊച്ചാളികൾ ഓടിപ്പോകുന്നൊരവസ്ഥ ഉണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്, ഈ പാവങ്ങളെ പേടിച്ച് ഓൾറെഡി ഈ പത്രസമ്മേളനം കേൾക്കുമ്പോൾ തന്നെ ഇപ്പോൾ സംഘികൾ ഉറക്കത്തൊക്കെ ഞെട്ടിണീറ്റിട്ട് ഇരിക്കുക എന്നാണ് പറയുന്നത്. പേടിയാണ് പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ. അതും കോൺഗ്രസിന്റെ പത്രസമ്മേളനം, അതും രാഹുൽ ഗാന്ധി നടത്തുന്ന പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ തീർന്നു. പിന്നെ അവിടെ വെട്ടിപ്പൊട്ടും പുകയും മാത്രമേ കാണുകയുള്ളൂ. ആ അവസ്ഥയിലാണ് നമ്മുടെ സംഘികൾ കഴിഞ്ഞ ഓഗസ്റ്റിന് ഇങ്ങോട്ട് ആദ്യത്തെ പത്രസമ്മേളനം, ഇപ്പോൾ രണ്ടാമത്തത്, ഇനി അടുത്തത് ഹൈഡ്രജൻ ബോംബും കൂടെ പൊട്ടിക്കുന്നതോട് കൂടിയുണ്ടല്ലോ അവന്മാരുടെ മൂട് പൊളിഞ്ഞ് ഉള്ളിലിട്ട കാവി കോണകം പുറത്ത് കിടന്ന അവസ്ഥയിലോട്ട് എപ്പോൾ കാര്യം പോണ്. അതുകൊണ്ട് ജൻസി, പത്രസമ്മേളനം, വോട്ട് ചോരി എന്നൊക്കെ പറയുമ്പോണ്ടല്ലോ തീർന്ന് നമ്മുടെ സംഖ്യകൾ അതോടുകൂടി തീരുന്നൊരവസ്ഥയാണ്. അപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, രാഹുൽ ഗാന്ധി ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ട്, ആ പോസ്റ്റ് ഇങ്ങനെ ആയിരുന്നു. അതായത് ഇന്നലത്തെ പത്രസമ്മേളനത്തിൻ്റെ ഭാഗമായിട്ട് യൂത്ത് ഓഫ് ദ കൺട്രി, സ്റ്റുഡൻറ് ഓഫ് ദ കൺട്രി, ദ ജൻസി ഓഫ് ദ കൺട്രി, ആ ജൻസി കേട്ടോ പ്രശ്നമാക്കിയത്, വിൽ സേവ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, പ്രൊട്ടക്ട് ഡെമോക്രസി ആൻഡ് സ്റ്റോപ്പ് വോട്ട് തെഫ്റ്റ്. ഐ സ്റ്റാൻഡ് വിത്ത് ദം ഫോർ എവർ. ജയ് ഹിന്ദ്. അതായത് നമ്മുടെ നാട്ടിലെ എന്താ പറയുക യൂത്തിനോണ്ടും നമ്മുടെ നാട്ടിലെ വളർന്നു വരുന്ന സ്റ്റുഡൻസിനോണ്ടും അതുപോലെ നമ്മുടെ നാട്ടിലെ ജെൻസി എന്ന് പറഞ്ഞാൽ തീവ്രവാദം അല്ല കേട്ടോ, എൻ്റെ പൊന്നു സംഖ്യകളെ ഭീകരനൊന്നുമല്ല. ജെൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പോഴത്തെ ഏറ്റവും യൂത്ത് ആയിട്ടുള്ള, അതായത് ജനറേഷൻസ്, ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ അങ്ങനെ പറയാം. ആ ജനറേഷനിൽ നിൽക്കുന്ന ആളുകൾ, ഇവരൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ഇമ്മാതിരി വോട്ട് കള്ളന്മാരെ കൂടാണ്ട് വോട്ട് കള്ളന്മാരെ കണ്ടുപിടിച്ച് അവന്മാർക്കെതിരെ നിങ്ങൾ നിൽക്കണം. അത് നമ്മുടെ നാടിൻ്റെ ഡെമോക്രസിക്ക് വേണ്ടി, നമ്മുടെ ജനാധിപത്യത്തിനും നമ്മുടെ ഭരണഘടനയ്ക്കും വേണ്ടിയിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ നമ്മുടെ കൂടെ ഒരുമിച്ച് നിൽക്കുക. ഈ വോട്ട് കള്ളന്മാർ, വോട്ട് ചോരികളെയൊക്കെ കുന്തത്തിൻ്റെ മുകളിൽ കുത്തിക്കയറ്റി പറഞ്ഞു വിടണം എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിൽ ജൻസിന്ന് കണ്ടോടുകൂടി നമ്മുടെ BJP ഹാൻഡിലിൽ നമ്മുടെ സംഘപരിവാണങ്ങൾക്ക് വാണത്തിൻ്റെ മൂട്ടിൽ തീ പൊട്ടിയ പോലെ പൂന്നും പറഞ്ഞ് ഓടിക്കൊണ്ടിരിക്കുക. രാഹുൽ ജൻസി പറഞ്ഞിട്ടുണ്ട് അത് വലിയ പ്രശ്നമാണ്, കലാപം ഉണ്ടാക്കാൻ പോവാണ് നാട്ടിൽ. എടാ, ജൻസി എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ യുവാക്കളെ പറ്റിയാണ് ഉദ്ദേശിച്ചത്, അല്ലെ ഏറ്റവും ലേറ്റസ്റ്റ് ജനറേഷൻ്റെ കാര്യമാണ് പറഞ്ഞത്. അതല്ലാണ്ട് ജൻസി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. അറ്റ്ലീസ്റ്റ് അർത്ഥമൊക്കെ പഠിച്ച് ഈ സംഖ്യകളെ കൊണ്ടുള്ള പ്രശ്നതാണ്. ഇതിലേക്ക് വിദ്യാഭ്യാസവും വിവരവും പകതിരിവും ഇല്ലല്ലോ. എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലും കേട്ട് കഴിഞ്ഞാൽ അപ്പം പിന്നെ ഇതാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം നല്ലത് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം രാജ്യദ്രോഹിയാണ്, മോദിനെ കുറ്റം പറഞ്ഞാൽ രാജ്യദ്രോഹിയാണ്, BJP കാണിക്കുന്ന എന്ത് ചെറ്റത്തരത്തിൽ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ രാജ്യദ്രോഹിയാണ്. പിന്നെ നമ്മളെ BJPക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന ഇത് മുതലാളിമാരെ പറ്റി പറഞ്ഞാലോ അദാനിനെ പറ്റി പറയാൻ പാടില്ല എന്നപ്പം ഇന്ത്യയിലെ പുതിയ നിയമം വന്നിട്ടുണ്ട്. അദാനിനെ പറ്റി മിണ്ടരുതെന്നാ, മിണ്ടരുത്, ചുപ്പ് രഹു. അദാനിനെ പറ്റി വാ തുറക്കാൻ പാടില്ല. എന്താ അദാനിക്ക് ആരാണ്? അദാനിക്ക് ആരൊക്കെ ഒപ്പിച്ചു കൊടുക്കണ നമ്മുടെ തടീജിയാണ്. അപ്പോൾ അദാനി ഇങ്ങനെ 1 ഉറുപ്പ്യക്ക് 1000 ഏക്കറൊക്കെ ഇങ്ങനെ മോദിജി ഇങ്ങനെ പതിച്ചു കൊടുക്കുക ഗുജറാത്തിലൊക്കെ.
അപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കുറേ ആൾക്കാർക്ക് മറ്റേ വക്കീൽ നോട്ടീസ് പോയിട്ടുണ്ട്, ദ്രൂറാട്ടിക്കും പിന്നെ അതുപോലെ തന്നെ ദ വയറിനും ഒക്കെ വക്കീൽ നോട്ടീസ് പോയിട്ടുണ്ട്. അദാനിനെ പറ്റി മിണ്ടരുത്, അദാനി അത് ശരിയാവില്ല. അപ്പം ആ നാടാണ് നമ്മുടേത്. ഇവിടെ അദാനിക്ക് ഇങ്ങനെ ജെൻസിനെ പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹിയായി, അല്ലെ ജെൻസിനെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക ഭീകരവാദി വരെ ആവുന്ന കാലത്താണ് രാഹുൽ ഗാന്ധി ഇമാതിരി ഓരോ സാധനങ്ങൾ കൊണ്ടുവന്ന് ഇപ്പന്മാരുടെ മണ്ടക്കിട്ട് അടിച്ചു കൊടുക്കുന്നത്. ഇത് കണ്ട് തേരാപാര നടക്കണ നാട്ടിലെ മൊത്തം സംഖ്യയിൽ നമ്മുടെ നാട്ടിലെ സംഘപരിവാണങ്ങളുടെ നിഷ്പക്ഷ പണിക്കര് വരെ ഇന്നലെ വന്ന് ഊള പോസ്റ്റ് ഇട്ട് പോയിട്ടുണ്ട്. എനിക്ക് കണ്ടപ്പോൾ ചിരിയ വന്നത് ആ വീഡിയോ കണ്ടപ്പോൾ. ഒരു ചുക്കും ചുണ്ണാമ്പൂല്ല, വിവരമില്ല. ഇങ്ങനെ സംഖ്യനെ വെളുപ്പിക്കാൻ വേണ്ടി ഇവനൊക്കെ ഇങ്ങനെ കിടന്ന് തൂർന്നത് കാണുമ്പോൾ മെഴുക അങ്ങ് കിടന്നിട്ട് നാട്ടിലെ ആൾക്കാരും വിവരമുള്ള ബോധവും വിവരമുള്ള സകലവന ആൾക്കാർ ഇതിന്റെ സത്യാവസ്ഥ എന്താണ്, എങ്ങനെ വോട്ട് ഡിലീറ്റ് ചെയ്യാം, ആ വോട്ട് ഡിലീറ്റ് ചെയ്യാൻ ഇവർ നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ എന്ത്, അതിനെതിരെ കേസെടുത്ത് FIR ഇട്ട് ഇപ്പോൾ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിച്ചു. എന്നാലും നമ്മുടെ പണിക്കര് സമ്മതിക്കൂല എന്നാ നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ ഒരു കണക്ക്. അതെന്തേ ആവട്ടെ, പണിക്കരിങ്ങനെ കിട്ടുന്ന കാശിന് നന്ദി കാണിക്കണ്ടേ? നമ്മളിങ്ങനെ പട്ടിക്ക് തീറ്റിട്ട് കൊടുത്ത് ഞാൻ പട്ടി വാലാട്ടി പിന്നെ വരാത്ത അതുപോലെ നടക്കും. അതിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നിഷ്പക്ഷെന്ന് പേരും വെക്കും, ഇപ്പുറത്ത് കാവിക്കോണൊക്കെ ഉള്ളിലിടും ചെയ്യും, ഇടക്ക് വന്ന് അതിങ്ങനെ പൊളച്ച് കാണിക്കുകയും ചെയ്യും. ഞാൻ സംഖ്യയാണ് എന്നും പറഞ്ഞിട്ട്. അതാണ് അവസ്ഥ. അപ്പോൾ ഇതാണ് ജൻസിയുടെ അവസ്ഥ. അപ്പം പൊന്നു സംഘപരിവാണങ്ങളെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ജൻസി എന്ന് പറഞ്ഞാൽ നിങ്ങളെ തിന്നുന്ന സാധനമൊന്നുമല്ല. രാജ്യം മര്യാദയ്ക്ക് ഭരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. രാജ്യം മര്യാദയ്ക്ക് ഭരിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മൾ നേപ്പാളിൽ കണ്ട പോലെ, അല്ലെങ്കിൽ നമ്മൾ ബംഗ്ലാദേശിൽ കണ്ട പോലെ, നമ്മൾ അങ്ങനെ പല സ്ഥലത്ത് ശ്രീലങ്കയിൽ കണ്ട പോലെ ഒക്കെ വരും. ഒരു കാലത്ത് രാജ്യം കയ്യിൽ നിന്ന് പോയി, അല്ലെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറായിക്കൊണ്ടിരിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞ സ്റ്റുഡൻസും അതുപോലെ തന്നെ ഈ പറഞ്ഞ യൂത്തും ഈ പറഞ്ഞ ജെൻസി ജനറേഷനും ഒക്കെ മുന്നോട്ട് ചാടി വരും. ചാടി വന്നു കഴിഞ്ഞാൽ ചിലപ്പം പലതും അവന്മാർ ചെയ്തെന്ന് വരും. അവന്മാർക്ക് ഈ രക്തത്തിളപ്പുള്ള സമയമാണ്, എന്താ ചെയ്യാന്ന് പറയാൻ പറ്റില്ല. ഈ ചെറ്റത്തരം കാണിച്ചു കഴിഞ്ഞാൽ ആകെ ഒരു ജനാധിപത്യ രാജ്യത്തിൽ ഒരു പൗരന്റെ ഏറ്റവും മൗലികമായിട്ടുള്ള അവകാശം വോട്ട് ചെയ്യുക എന്നുള്ളത്. അതുമ്മൽ വരെ കൈ കിടത്തിട്ട് തോന്നിയ പോലെ നിന്റെയൊക്കെ തന്തക്കും തള്ളക്കും പോലെ എഴുതി കൊടുക്കുന്ന പോലെ വോട്ട് എഴുതി തോന്നുന്ന പോലെ വോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിന്നൊക്കെ പച്ചക്ക് കത്തിക്കാനും ഇവന്മാർ ചിലപ്പോൾ ഇറങ്ങിയെന്ന് വരും. അപ്പോൾ അതുകൊണ്ട് അത് കണ്ട് പേടിക്കൊന്നും വേണ്ട, നിങ്ങൾ ആരും ഒന്നും ചെയ്യൂല. ഇനി അതൊക്കെ പോട്ടെ, രാഹുൽ ഇതുകൊണ്ട് നിർത്തുന്നില്ല. ഇന്ന് രാവിലെ ആയപ്പോൾ അത് അടുത്ത പോസ്റ്റ്. ഇയാൾക്കൊന്നും മര്യാദയ്ക്ക് ഇന്നൂടാൻ ചോദിക്കും. ഇപ്പോൾ ഈ പൊട്ടന്മാരെ എങ്ങനെ പേടിപ്പിക്കാനായിട്ട് നടക്കുക. അപ്പം ഇന്ന് രാവിലത്തെ പോസ്റ്റ് ഇതായിരുന്നു: വേക്കപ്പ് അറ്റ് 4 AM, erase 2 voters in 36 seconds, go to sleep again, ദിസ് ഈസ് ഹൗ വോട്ട് സ്റ്റോളൻ. അതായത് വോട്ട് വെക്കുന്നത് ഇങ്ങനെയാണ്. രാവിലെ 4 മണിക്ക് എണീക്കും. നമ്മൾ ഇന്നലെ കണ്ടൂലേ ആപ്ലിക്കേഷൻ്റെ സമയം എത്രയാണ്, എത്ര സമയം കൊണ്ട് 2 വോട്ടേഴ്സിനെ ഡിലീറ്റ് ചെയ്യാനുള്ള സബ്മിഷൻ കൊടുത്ത് സബ്മിഷൻ ടൈമൊക്കെ നമ്മൾ കണ്ടു. അതായത് 4 മണിക്ക് എണീക്കും, 2 വോട്ടേഴ്സിനെ അങ്ങ് എറേസ് ചെയ്യും, പിന്നെ പോയി കിടന്നുറങ്ങും 36 സെക്കൻഡ് കൊണ്ട്. ദ ഇലക്ഷൻ വാച്ച്മാൻ കെപ്റ്റ് അവൈക്ക്. അത് ഇലക്ഷൻ കമ്മീഷനാണ് ഉദ്ദേശിച്ചത്. അതായത് നമ്മുടെ എന്താ പറയുക, നമ്മൾ ഇതിൻ്റെ അപ്ലിക്കേഷൻ പോകുന്ന സ്ഥലത്തോട്ട് ദ ഇലക്ഷൻ വാച്ച്മാൻ കെപ്റ്റ് അവൈക്ക്, കെപ്റ്റ് വാച്ചിങ് തെഫ്റ്റ്, കെപ്റ്റ് സേവിങ് തീവ്സ്. അതായത് ഇലക്ഷൻ കമ്മീഷൻ ഇതൊക്കെ ആ സമയത്ത് ഉണർന്നിരിക്കും, ഇവർ ചെയ്യുന്നതൊക്കെ നോക്കി നിൽക്കും. അത് കഴിഞ്ഞ് കള്ളന്മാരാണല്ലോ, കള്ളത്തരം ചെയ്തൊക്കെ നോക്കിയിരിക്കും. അത് കഴിഞ്ഞ് കള്ളന്മാരെ സപ്പോർട്ട് ചെയ്യും. അപ്പം ഇതൊക്കെ കണ്ട് നമ്മുടെ ആൾക്കാർ വോട്ട് ചോരി ഫാക്ടറി എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ രാഹുൽ ഗാന്ധിയുടെ രാവിലത്തെ പോസ്റ്റ്. ഇയാളിങ്ങനെ രാവിലെ ഉച്ചക്കും വൈകുന്നേരമൊക്കെ ഓരോ പോസ്റ്റ് കൊടുക്കുമ്പോൾ ഈ ഓരോ അടി പോയി കൊള്ളുന്ന രാജ്യത്തെ മൊത്തം സംഘപരിവാണങ്ങൾക്കാന്നുള്ളതാണ് ഏറ്റവും കോമഡി. അപ്പോൾ അതുകൊണ്ട് രാഹുൽ ഇങ്ങനെ പേടിപ്പിക്കാണ്ടിരിക്കും. പാവങ്ങൾ ജീവിച്ചു പോകട്ടെ. എത്രയായാലും നമ്മുടെ നാട്ടിൽ ജീവിക്കുന്നവരല്ലേ, വിവരം വിദ്യാഭ്യാസം ബുദ്ധിയില്ല എന്നല്ലേ ഉള്ളൂ. ബാക്കിയൊക്കെ ഇല്ലേ, ചാണകമുണ്ട്, പശുവിൻ്റെ മൂത്രമുണ്ട്, ഇതൊക്കെ പോരെ. ഒരു സംഖ്യയുള്ള എല്ലാ ഗുണങ്ങളും ഇവർക്കുണ്ട്. പിന്നെ മനുഷ്യനാവാനുള്ള ഗുണങ്ങളൊന്നുമില്ല, മനുഷ്യത്തില്ല, ബോധമില്ല, വിവരമില്ല, ഒന്നുമില്ല. അപ്പോൾ പിന്നെ അവരങ്ങനെ സംഖ്യയിൽ നമ്മുടെ നാട്ടിൽ ജീവിച്ചോട്ടെ. ഈ നമ്മുടെ ജെൻസിയും നമ്മുടെ സ്റ്റുഡൻസും നമ്മുടെ നാട്ടിലെ യൂത്തും നമ്മുടെ നാട്ടിലെ മറ്റ് നിഷ്പക്ഷരായിട്ട് നിൽക്കുന്ന നല്ലവരായിട്ടുള്ള മനുഷ്യന്മാരും ഈ കളവും ഇവന്മാർ കാണിച്ചു കൂട്ടുന്ന ഈ ചെറ്റത്തരയൊക്കെ കണ്ടിട്ട് അതിനെതിരെ വോട്ടായിട്ട്, ഇനി വോട്ട് ഇവന്മാർ ഇതേപോലെ കക്കുകയാണെങ്കിൽ അതിനെ ഏത് രീതിയിലാണോ അതിനെ എതിർക്കാൻ പറ്റുക ആ രീതിയിൽ എതിർത്ത് രാജ്യത്തിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് കൂടെ നിൽക്കുക. അതാണ് ഇതിൽ പറയാനുള്ളത്. ജയ് ഹിന്ദ്.